ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇന്നലത്തെ ദിവസം ന്യൂ ഇയർ ദിവസം വളരെ ഹാപ്പി ആയിട്ടിരുന്നു എന്ന് വിശ്വസിക്കുന്നു. പുതിയ വർഷത്തിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായിട്ട് തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. അഡ്ജസൻ്റ് പോസിബിലിറ്റീസ് ആണ്. ഒരുപാട് വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു നടക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചു കാണില്ല. നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു സമയമോ ക്ഷമയോ ഒന്നും തന്നെ നിങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മളെ സാധ്യതകളിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ ധാരാളം സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്, ഒരുപാട് വാതിലുകളുണ്ട് എന്നുള്ളതാണ്. ചില വാതിലുകൾ നിങ്ങൾ തന്നെ തുറക്കണം, ചില വാതിലുകൾ ആൾറെഡി തുറന്നിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലൂടെ ഒന്ന് കയറിയാൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പം ദൈവം ഈ ഒരു സമയം നിങ്ങളുടെ വളർച്ചയ്ക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ വേണ്ടത്ര ഗൗരവം കൊടുക്കാതിരുന്ന ചില കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങളത് കാണുന്നുവോ, ഇത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എത്ര നല്ലതായിരുന്നു, അല്ലെങ്കിൽ അന്നേ ഇത് ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നമ്മളുടെ മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട്. എല്ലാം നിങ്ങൾ പാസ്റ്റിൽ അടഞ്ഞ വാതിലുകൾ നോക്കി വിഷമിച്ചിരുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ ഈ ഒരു സമയം അങ്ങനെയല്ല. ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നിങ്ങൾ കാണുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ട് അത് കടന്നു വരാനുള്ള ഒരു ഒരുക്കം എല്ലാ തരത്തിലും ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 6th ചക്രയാണ്, ആർക്കേഞ്ചൽ മെറ്റട്രോൺ ആണ്. ഇതിൽ 3rd ഐ ചക്രയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇൻഡ്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. 3rd ഐ ചക്ര ഇൻഡ്യൂഷൻ്റെ ചക്രയാണ്. നിങ്ങളുടെ 3rd ഐ ഒക്കെ ഈ ഒരു സമയം ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. ഇതിൽ ആർക്കേഞ്ചൽ മെറ്റട്രോൺ ആണ് ആ 3rd ഐ ചക്ര നിങ്ങളെ ആക്റ്റീവ് ആക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ മാലാഖമാരെ കുറിച്ച് നമ്മൾ കുറേ റീഡിങ്സിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യം, മാലാഖമാരെന്ന് പറയുന്നത് ദൈവദൂതന്മാരാണ്. അപ്പം നമ്മൾ ഏത് നിമിഷം നമ്മൾ പ്രാർത്ഥിച്ചാലും ഈ മാലാഖമാർ നമ്മളുടെ മുന്നിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നൊന്നും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. പക്ഷേ മാലാഖമാരെ വിളിച്ചാൽ, അവരെ വിശ്വസിച്ചാൽ, അവരെ വിശ്വസിച്ച് നമ്മൾ വിളിച്ചാൽ ആ മാലാഖ നമ്മളുടെ അടുത്ത് വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഈ ഒരു സമയം എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കേഞ്ചൽ മെറ്റട്രോണിനെ വിളിച്ചിട്ട് നിങ്ങൾ എനിക്ക് ഈ ഒരു കാര്യം അറിയാനുണ്ട്, ആ അറിയേണ്ട കാര്യത്തിന് വ്യക്തത വരുത്തി തരിക എന്ന് നിങ്ങൾ ആർക്കേഞ്ചൽ മെറ്റട്രോനോട് നിങ്ങൾ അപേക്ഷിക്കുക. അത് ഈ മാലാഖമാരെ വിളിക്കുന്നത് 3 പ്രാവശ്യം വിളിക്കണം കേട്ടോ. ആർക്കേഞ്ചൽ മെറ്റട്രോൺ, ആർക്കേഞ്ചൽ മെറ്റട്രോൺ, ആർക്കേഞ്ചൽ മെറ്റട്രോൺ, അങ്ങനെ 3 പ്രാവശ്യം വിളിക്കണം. എന്നിട്ട് പ്ലീസ് കം, എൻ്റെ ഈ ഒരു കാര്യം, എനിക്കറിയേണ്ട ഈ ഒരു കാര്യം എനിക്ക് ദയവായി അറിയിച്ച് തന്നാലും, ഇങ്ങനെയാണ് അത് പറയാൻ. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ, എത്ര പഠിച്ചിട്ടും എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി.
പിന്നെ ഈ ആർക്കഞ്ചൽ മെട്രോണാണ് ആകാശിക് റെക്കോർഡിൻ്റെ ആകാശയുടെ ഗേറ്റ് കീപ്പറാണ്. ആകാശിക് റെക്കോർഡ് നമ്മളുടെ പാസ്റ്റ് ലൈഫ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ബുക്കാണ് ആകാശിക് റെക്കോർഡ്സ്. ഓരോരുത്തർക്കും ഈ ആകാശിക് റെക്കോർഡ്സ് ഉണ്ട്. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും ബുക്ക് ഇങ്ങനെ സൂക്ഷിക്കുന്നത് ആർക്കഞ്ചൽ മെട്രോണാണ്. അപ്പം നമ്മൾ ഈ ആകാശിക് റെക്കോർഡ് റീഡ് ചെയ്യുന്നത് പോലും നമ്മൾ ആർക്കഞ്ചൽ മെട്രോണിനെ ഇൻവോക്ക് ചെയ്ത് അദ്ദേഹമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ബുക്ക് ഇങ്ങനെ നമ്മളുടെ കയ്യിലെത്തിക്കുന്നത്. അപ്പം നമ്മൾ മെഡിറ്റേഷനിലൂടെ അത് അവരെ വിളിച്ച് ആർക്കഞ്ചൽ മെട്രോണിനെ ഇൻവോക്ക് ചെയ്ത് അപ്പോൾ അദ്ദേഹമാണ് കൊണ്ടുതരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫുമായി കണക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷനിലൂടെയോ അല്ലാതെ ഇപ്പോൾ PLR ചെയ്യുന്നുണ്ട് പലരും, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് റീഡിങ് അല്ലെങ്കിൽ ആകാശിക് റെക്കോർഡൊക്കെ റീഡ് ചെയ്ത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കത് ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് വീണ്ടും തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും. ജന്മാന്തരങ്ങളായിട്ട് ഓരോ പ്രശ്നങ്ങൾ, നമ്മൾ ഹീൽ ചെയ്യാത്ത പ്രശ്നങ്ങൾ അടുത്ത ജന്മത്തിലും വീണ്ടും വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചില വ്യക്തികളോട് ഫോർഗീവ്നെസ് കൊടുത്തിട്ടില്ല എങ്കിൽ ആ ഒരു വ്യക്തി വീണ്ടും ഈ ജന്മത്തിൽ നമ്മളുടെ മുന്നിൽ ഉണ്ടാകും, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പം നമ്മൾ പൂർണ്ണമായും ഈ ഒരു വ്യക്തിയെ ഒരു ക്ഷമ കൊടുത്ത് മാപ്പ് കൊടുത്ത് അവർക്ക് എല്ലാ നന്മകളും വരണം എന്ന് അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ വ്യക്തി പിന്നെ നമ്മളുടെ ഇതിലേക്ക് വരാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ കാർമികമായിട്ടുള്ള അക്കൗണ്ടുകൾ നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് കൂടുതലും ഈ ആകാശിക് റെക്കോർഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. എല്ലാത്തിനും ചെയ്യാം. അതിൻ്റെ റെക്കോർഡ് കീപ്പറാണ് ഈ ആർക്കഞ്ചൽ മെട്രോൺ. അപ്പോൾ നിങ്ങൾ ആർക്കഞ്ചൽ മെട്രോണിനെ ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുക. മെൻ ഹോൾഡിങ് എ ഹേർട്ടാണ്. അപ്പോൾ ഒരു പുരുഷൻ ഒരു പ്രണയവുമായിട്ട് നിങ്ങളിലേക്ക് വരുന്ന കാണുന്ന സ്ത്രീകൾക്കാണ് കേട്ടോ. കാരണം സ്ത്രീകൾക്ക് നിങ്ങൾക്കൊരു പ്രണയത്തിൻ്റെ ഓഫറുമായിട്ട് ഒരു പുരുഷൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു പുരുഷൻ, അത് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന, പ്രണയിക്കുന്ന, നിങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന, അങ്ങനെ നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രണയം, ഒരാൾ അങ്ങനെ ഒരു പ്രണയവുമായിട്ട് ഒരാൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പ്രണയം അത് നിങ്ങൾക്ക് തരാൻ ഒരാൾ കാത്തിരിക്കുന്നു എന്ന് പറയാം. അറ്റാച്ച്മെൻ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഏതെങ്കിലും വ്യക്തികളോടോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തോടോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളോടോ ഒക്കെ നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കാം പലപ്പോഴും. അത് ചില വ്യക്തികളോടുള്ള അറ്റാച്ച്മെൻറ്റ് നമുക്ക് നമ്മളുടെ ഗ്രോത്തിൽ അതാക്കി കളയും. നമ്മളെപ്പോഴും അവരെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും, അവരുടെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കും, അവർക്ക് നന്മ വരാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കും, അവരുടെ കാര്യങ്ങൾ മാത്രം, ആ ഒരു നമ്മളുടെ ഫുൾ എനർജിയും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ചിലവഴിക്കും. അപ്പോൾ നമ്മളുടെ മുന്നിൽ നമുക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊന്നും ചെയ്യാതെ പെൻഡിങ് ആകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റാച്ച്മെൻ്റ് ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. നമുക്കിപ്പം സ്നേഹവും പ്രണയവും ഒക്കെ എല്ലാം ആവശ്യമാണെങ്കിലും ആ ഒരു വ്യക്തിയിൽ മാത്രം ഫോക്കസ് ചെയ്യേണ്ട ഒരാളല്ല നമ്മളെന്നുള്ള തിരിച്ചറിവ് എപ്പോഴും നിങ്ങൾക്ക് വേണം. നമ്മൾ ഇപ്പോൾ എല്ലാവരും വേണം, സ്നേഹം വേണം, പ്രണയം വേണം, ജീവിതം വേണം, എല്ലാം വേണം. പക്ഷെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്ന സോളാണ്. നമുക്ക് ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ഈ ഭൂമിയിൽ നിൽക്കാൻ നമുക്ക് ആ ഒരു സ്ട്രെങ്തും വേണം. അല്ലെങ്കിൽ ആരും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ, ഈ ഒരു വ്യക്തി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരു ചിന്തയൊന്നും വേണ്ട. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ് അത് നമ്മളൊന്ന് മാറ്റിക്കളയുക. പിന്നെ ചില സ്ഥലത്തോടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ലാത്ത ആ സ്ഥലത്തോടുള്ള, നമുക്ക് നന്മ വരുത്താത്ത ആ സ്ഥലത്തോടുള്ള അറ്റാച്ച്മെൻറ്റ് നമ്മൾ കട്ട് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ചില വ്യക്തികളോടുള്ള അറ്റാച്ച്മെൻറ്റ് നമ്മൾ കോഡ് കട്ട് ചെയ്ത് കളയാം. നമ്മൾ വീണ്ടും അവർ നമ്മളുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളും അവരും തമ്മിലുള്ളൊരു കോഡ് കട്ട് ചെയ്ത് മാറ്റുന്നത് നല്ലതാണ് കേട്ടോ. അത് എന്നിട്ട് അവർക്ക് ബ്ലെസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള എല്ലാ കാർമിക് അക്കൗണ്ട്സും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും, ദൈവം അവരെല്ലാ അനുഗ്രഹങ്ങളും, സമ്പത്തും സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ.
എന്ന് പ്രാർത്ഥിച്ച് ആ കോഡ് കട്ട് ചെയ്ത് കളയുന്നത് നിങ്ങൾക്ക് ചില വ്യക്തികളോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കാൻ സഹായിക്കും. ഡോർ റൊമാൻസ് ആണ്. ഇതിൽ നേരത്തെയും ഒരു പ്രണയത്തിൻ്റെ ഒരു ഇതാണ് കണ്ടത്. അപ്പോൾ ഒരു പുതിയ റൊമാൻസ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ പ്രണയം പറയാതെ, നമ്മൾ ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്നും പറയാൻ പറ്റാതെ അടച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങൾ, ആ ഒരു കാര്യം ഈ ഒരു സമയം നിങ്ങളതൊന്ന് ആ ഡോറൊന്ന് ഓപ്പൺ ആക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രണയം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായൊരു വികാരമാണ്. അപ്പോൾ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, നമ്മളാക്കുന്നത്, നമ്മളുടെ ഏറ്റവും നല്ല വെർഷൻ കൊണ്ടുവരുന്നതൊക്കെ പ്രണയം സംഭവിക്കുമ്പോഴാണ്. പക്ഷേ അതിൽ നമ്മൾ ഒരുപാട് അറ്റാച്ച്ഡ് ആകാതെ, ഒരുപാട് അഡിക്റ്റഡ് ആകാതെ നമ്മളൊന്ന് മാറി നിന്നാൽ, നമ്മൾ പ്രണയം എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഏറ്റവും സന്തോഷമുള്ള കാര്യത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ആളുകൾ ഡിപ്രഷനിലേക്ക് പോണത്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മളത് ശ്രമിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളിനെ പ്രപ്പോസ് ചെയ്യുന്നതും ആകട്ടെ. ഇത് ഡോർ ടു സ്പിരിറ്റ് ആണ്. പിന്നെ ഈ ഒരു പ്രണയം ഇന്ന് ഈ പ്രണയത്തിലേക്കൊരു വാതിലും, നിങ്ങളുടെ പ്രണയത്തിലേക്കൊരു വാതിലും തുറക്കുന്നുണ്ട്, സ്പിരിറ്റിലേക്കൊരു വാതിലും തുറക്കുന്നുണ്ട്. സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സോള്, ആ സോൾ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഈ വ്യക്തി എന്നുള്ള നിലയിൽ, നമ്മുടെ ഈ ശരീരം എന്നുള്ള ഒരു കാര്യം മറന്ന് നമ്മളുടെ ഉള്ളിലുള്ള ഒരു സോള് എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ്, അതെന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, എന്തിനാണ് ഇത്രയും നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് നമ്മളിവിടെ എടുക്കേണ്ടി വന്നത്, എന്തിനാണ് ഈ കുറേ ആൾക്കാരുമായിട്ട് ഈ കാർമികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ ഈ കുറേ ആൾക്കാർ എന്തിനാണ് വേദനിപ്പിച്ചത്, ചതിച്ചത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഡോർ ടു സ്പിരിറ്റ് എന്ന് പറയുന്ന ഈ കാർഡിലേക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ. കാരണം അത് നമ്മളുടെ ആ സെൽഫിലേക്ക് പോണൊരു കാർഡാണത്. നമ്മളെന്താണ്, അപ്പം നമ്മൾ ഈ ശരീരം എന്ന് പറയുന്ന ഒരു കാര്യം മാറ്റി വെച്ചാൽ നമ്മൾ പ്യുവർ സോളാണ്. ആ സോൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ സോളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു അംശമാണ്. അപ്പം നമ്മളെല്ലാവരും ദൈവമാണ് എന്നുള്ളതാണ്. ആ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യത്തെ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ആ ഒരു ചൈതന്യം എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. നമ്മളത് കണക്ട് ചെയ്താൽ മാത്രം മതി. ഈ കണക്ട് ചെയ്യാനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണമെന്നൊക്കെ പറയുന്നത്. നമ്മൾ ആ മെഡിറ്റേഷനിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള ആ ചൈതന്യമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ സ്പിരിറ്റ് വേൾഡുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാം നമ്മളുടെ ഉള്ളിലാണുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന് ശാന്തി സമാധാനമൊക്കെ കിട്ടാൻ നമ്മളെ ഉള്ളിൽ തന്നെ നോക്കിയാൽ മതി. നമ്മളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷനും ദേഷ്യവും ടെൻഷനും ഒക്കെ മാറ്റി വെച്ച് നമ്മളുടെ സെൽഫുമായിട്ട് കണക്ട് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്താൽ മാത്രം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഉത്തരം കിട്ടും എന്നുള്ളതാണ്. ഇത് ഫസ്റ്റ് ചക്രയാണ്, ആർക്കേഞ്ചൽ മിഖായേലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മിഖായേൽ മാലാഖയും ഇൻവോക്ക് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ കുറേ തടസ്സങ്ങൾ മാറ്റുക. നിങ്ങൾ കുറേ കാലം കൊണ്ട് എന്തെങ്കിലും കാര്യത്തിന് തടസ്സം നിൽക്കുന്നുണ്ട്, നിങ്ങൾക്കത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കേഞ്ചൽ മിഖായേലിനെ വിളിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ആർക്കേഞ്ചൽ മിഖായേൽ, ആർക്കേഞ്ചൽ മിഖായേൽ, ആർക്കേഞ്ചൽ മിഖായേൽ പ്ലീസ് കം. അങ്ങനെ 3 തവണ നമ്മൾ ആർക്കേഞ്ചൽസിനെ അല്ലെങ്കിൽ മാലാഖമാരെ വിളിക്കുന്നത് 3 തവണ വിളിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ വിളിച്ചാൽ മാത്രം മതി കേട്ടോ, വേറെ ഒരു ഫോർമാലിറ്റീസും ഇല്ല. കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മിഖായേൽ മാലാഖമാരെ ഇൻവോക്ക് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പല ചോദ്യങ്ങളും വാട്സപ്പിൽ ഞാൻ എല്ലാവർക്കും ചിലപ്പോൾ മറുപടി പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ ഒരേ കാര്യം തന്നെ കുറേ ആൾക്കാർ, ചിലപ്പോൾ ഒരു 10-60 മെസ്സേജൊക്കെ നമുക്ക് വരാറുണ്ട് ഒരു കാര്യം ഇതിൽ പറയുമ്പോൾ, വീഡിയോയിൽ പറയുമ്പം അവരുടെ സംശയം കുറേ മെസ്സേജ്. അപ്പം നമുക്ക് ഒന്നാമത്തെ കാര്യം സമയം ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാലോ, വീഡിയോ ഉണ്ട്, റീഡിങ്സ് ഉണ്ട്, പിന്നെ ഈ ആൾക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. കുറേ ആൾക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരു തവണ വിളിച്ചാൽ കട്ട് ചെയ്താലും അല്ലെങ്കിൽ എടുത്തില്ലെങ്കിലും വീണ്ടും ഒരു 5 തവണയൊക്കെ വിളിക്കും.
പിന്നെ എനിക്ക് ഈ ഫോണിൽ ഇൻകമിങ് കോൾ കട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് എൻ്റെ കുറേ ബാങ്കിലെയും അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഞാൻ ഈ നമ്പർ കൊടുത്തേക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കത് ഇൻകമിങ് കട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റാത്തത്. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. കാരണം കുറേ മെസ്സേജ് വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മെസ്സേജ് മിസ്സായി പോയാലും ഒരു മെസ്സേജും കൂടെ അയച്ചാൽ ഞാൻ കൃത്യമായിട്ട് അതിന് മറുപടി വരും. അപ്പോൾ നമ്മളുടെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് എനിക്ക് സുഖമില്ലാതായപ്പോൾ കുറേ ഈ ഫോൺ കോൾ എടുക്കുന്നതോ മെസ്സേജ് എടുക്കുന്നതോ ഒന്നും ഇഷ്ടമില്ലാതായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ മെസ്സേജൊക്കെ മിസ്സായി പോയിട്ടുണ്ടായിരിക്കാം. എനിക്ക് എങ്ങനെയാണ്, എനിക്ക് അസുഖം വന്നു കഴിയുമ്പം ഞാൻ ആളുകളുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ ഇഷ്ടമില്ലാതിരിക്കും ഞാൻ. അത് പിന്നെ ഈ അസുഖം നമുക്കൊരു ക്ലെൻസിങ്ങിന് വേണ്ടി വരണതാണ്. നമ്മളുടെ കുറേ നെഗറ്റീവ്സ് ഈ റീഡിങ്സിലൊക്കെ ഒത്തിരി നെഗറ്റീവ്സ് കിട്ടും, ഒത്തിരി. അപ്പോൾ ഈ നെഗറ്റീവ്സൊക്കെ എങ്ങനെയാണ് ക്ലെൻസായി പോണത്, അത് നമ്മൾ കുറേ നമ്മളുടെ കർമ്മം നമ്മൾ അനുഭവിക്കണമല്ലോ. അപ്പോൾ നമ്മൾ അനുഭവിച്ച് തന്നെ പോകണം. പിന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ആയിട്ട് വന്ന് അത് നമ്മളിലേക്ക് വന്ന് തന്നെ പോകണം. നമ്മളിലുള്ള നെഗറ്റീവ്സൊക്കെ നമ്മളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ നെഗറ്റീവ്സൊക്കെ നമ്മൾ വന്ന് തന്നെ റിലീസായി പോകണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്കറിയാം, അതുകൊണ്ടാണ് ഈ അസുഖം വന്നതെന്നൊക്കെ. അത് നമുക്ക് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ചില റീഡിങ്സ് എടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒന്നും പറ്റാതാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൂടുതൽ നമ്മൾ യാത്രകൾ പോകുന്നത്. കുറേ അത്രയും പവർഫുള്ളായിട്ടുള്ള അമ്പലങ്ങളിലൊക്കെ പോയി അവിടെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ഈ നെഗറ്റീവ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും ടാരോ കാർഡിൽ ഒരുപാട് നെഗറ്റീവാണ് വരുന്നത്. കാരണം അത് വരുന്നത് ഈ നമുക്ക് പേഴ്സണൽ റീഡിങ് എടുക്കുന്ന ആൾക്കാർ അവരുടെ ഒരു കർമ്മദുരിതങ്ങൾ പകുതി കൂടുതലും റിലീസാവുകയാണ് ചെയ്യുന്നത് ഈ ഒരു റീഡിങ്സ് കഴിയുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ എനർജി എക്സ്ചേഞ്ച് വാങ്ങുന്നത് അതുകൊണ്ടാണ്. അത്രയും കർമ്മ എടുക്കും, അത്രയും നെഗറ്റീവ്സ് നമുക്ക് വരും. അപ്പോൾ ഇത് റിലീസ് ചെയ്യാനാണ് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയും അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യണത്. പിന്നെ ഞാനിപ്പം മനസ്സിലാക്കുന്നത് ഇതൊന്നും ഒളിച്ചോടാൻ പറ്റില്ല. കാരണം ഇത് എൻ്റെ ഒരു നിയോഗമാണ്. അപ്പോൾ ഇതിന്ന് ഒളിച്ചോടിയിട്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് ഇനി ചെയ്യേണ്ടെന്നൊക്കെ. പക്ഷേ എനിക്കത് മനസ്സിലായി, അത് നമ്മൾക്കുള്ളൊരു നിയോഗത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ഒളിച്ചോടി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഈ പ്രശ്നങ്ങളുമായിട്ട് വീണ്ടും നമ്മൾ ജനിക്കേണ്ടി വരും. ഇതൊക്കെ ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടായി എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അത് മനസ്സിലാക്കി തരാൻ നിങ്ങൾ ഓരോരുത്തരും എന്നെ സഹായിച്ചു. അതിന് ഒരുപാട് നന്ദി. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ നിങ്ങളുടെ റൂട്ട് ചക്ര, ഇത് ഫസ്റ്റ് ചക്രയാണ്. ഫസ്റ്റ് ചക്രയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജസ് കൊണ്ടാണ് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഫ്രസ്ട്രേഷനോ ദേഷ്യമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കേഞ്ചൽ മിഖായലിനെ വിളിച്ച് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ മിഖായലിനോട് പറയുക. നമ്മൾ സാധാ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ മാത്രം മതി. പക്ഷേ ഇൻവോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് ഇങ്ങനെ 3 തവണ വിളിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിളിച്ച് മിഖായലിനോട് പറയുമ്പോൾ തന്നെ എൻ്റെ ഈ ഒരു കാര്യം എനിക്ക് സാധിച്ചു തരണമെന്ന് പറയുക. പ്രത്യേകിച്ചും ജോലി സംബന്ധമായ കാര്യങ്ങളും തടസ്സങ്ങളും നെഗറ്റീവ് എനർജിയും റിമൂവ് ചെയ്യാൻ ആർക്കേഞ്ചൽ മിഖായലിനോട് നിങ്ങൾ പറയുക. ഇന്നത്തെ ദിവസം അത് മാലാഖ നിങ്ങൾക്ക് അത് ചെയ്തു തരും എന്നുള്ളതാണ്. നമുക്കിനി നോക്കാം. ഹനുമാൻ ഒറക്കിൽ നിന്ന് നമുക്ക് നോക്കാം എന്താണെന്ന്. ട്രൂ ഡിവോഷനാണ്. അപ്പം നമ്മൾ യഥാർത്ഥത്തിലുള്ള ഭക്തി അതാണ് വേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് ദിവസം പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴേ തന്നെ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ ഇത്രയും ദിവസം കൊണ്ട് ഇത് ചെയ്യണില്ലല്ലോ, ഉണ്ടല്ലോ, എനിക്കൊരു ഫലവും കിട്ടുന്നില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കാതിരിക്കുക. നമ്മൾ ക്ഷമയോടുകൂടി നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ഭക്തി അത് നമ്മൾ തുടർന്നുകൊണ്ട് പോയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. നമുക്ക് ഉറച്ച വിശ്വാസം വേണം.
അപ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസം ചെയ്ത് അത് തുടങ്ങി, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് സെക്ഷൻ തുടങ്ങി, ഇതിനിടയ്ക്ക് നമുക്ക് അതിൻ്റെ റിസൾട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആ ചെയ്യുന്ന കാര്യം വിശ്വാസത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഹോപ്പാണ്. ശരിക്കും പ്രതീക്ഷയാണല്ലോ ജീവിതം. നിങ്ങൾ പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത് നിങ്ങളോട്. ശരിക്കും പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു വഴി. അപ്പം നമ്മൾ പ്രതീക്ഷ ഒരിക്കലും കൈവിടാതെ മുന്നോട്ട് ആ ദൃഢമായ വിശ്വാസത്തിൽ മുന്നോട്ട് പോകണം. ഇൻറ്റഗ്രിറ്റിയാണ്, ആക്ഷനാണ് നിങ്ങൾ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ട്രൂ ഡിവോഷനോടുകൂടി, ഏകാഗ്രതയോടുകൂടി, സമഗ്രതയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ എല്ലാ സമയവും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഇതെല്ലാം കടന്നു പോകാൻ നമ്മൾ അനുവാദം കൊടുക്കുക. അതെല്ലാം കടന്നു പോകട്ടെ എന്ന് വിചാരിക്കുക. ആ ഒരു യഥാർത്ഥ ഭക്തിയും വിശ്വാസവും ഏകാഗ്രതയും സ്ഥിരതയും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തുള്ളൂ എന്നുള്ളതാണ് ഹനുമാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട്, സന്തോഷമായിട്ട്, സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.